നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ രോഗികൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി മരക്കൊമ്പുകൾ. മരത്തിന്റെ കൊമ്പുകൾ പൊട്ടി വീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെ കടന്നുപോകുന്ന രോഗികൾക്കും അവിടേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ഭീഷണിയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികളാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. പരപ്പനങ്ങാടി, കുന്നുംപുറം, കോഴിക്കോട് ഭാഗത്തു നിന്ന് കടന്നുപോകുന്ന ബസ്സുകളിൽ നിന്നും ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും മരക്കൊമ്പ് ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. മാസങ്ങളോളമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരക്കൊമ്പുകൾ ഉടൻ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പൊതുമരാമത്ത് മന്ത്രിക്കും ജില്ലാ കലക്ടർ, ഫോറസ്റ്റ്, പരപ്പനങ്ങാടി നിരത്ത് വിഭാഗം അധികൃതർക്കും പരാതി നൽകിയിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ് മരക്കൊമ്പിന് അടിഭാഗത്തു കൂടി കടന്നുപോകുന്നു എന്നത് ഭീതിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടിയെടുക്കുന്നതിന് പകരം അപകടം ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലമായതിനാൽ മരത്തിൻ്റെ കൊമ്പുകൾ ഏതു സമയത്തും പൊട്ടിവീഴാറായ അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ്. തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റും അപകട നിലയിലാണ് ഉള്ളത്. ദിവസേന നൂറുകണക്കിന് രോഗികളാണ് ഈ മരക്കൊമ്പിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുന്നത്. മരത്തിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കാൽനട യാത്രക്കാരും വാഹന ഉടമകളും പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരക്കൊമ്പുകൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അധികൃതർക്ക് പരാതി നൽകാൻ മുന്നോട്ട് വന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.